ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തെ സാഗൂതം വീക്ഷിക്കുന്ന നമുക്കൊക്കെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ് കൗമാരപ്രായക്കാരിൽ അതല്ലെങ്കിൽ നവയുവാക്കളിൽ കണ്ടുവരുന്ന ഭീതിജനകമായ അക്രമാസക്തത എന്ന് പറയുന്നത്. എവിടെയും സംഘർഷങ്ങളാണ്. പരസ്പരം അടിച്ചും കുത്തിയും പോർവിളിച്ചും മാരകമായ രീതിയിൽ പരസ്പരം മുറിവേൽപ്പിച്ചുള്ള സംഘർഷങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകൾ നമ്മൾ സ്ഥിരം കാണുന്നു. ഒരുപാട് അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ചകളുണ്ടാകുന്നു. എന്താണ് എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ്. നമ്മൾ ഉത്സവപ്പറമ്പുകൾ നിരന്തരം സംഘർഷം ആഘോഷിക്കുകയും ആമോദിക്കുകയും ചെയ്യേണ്ട ഉത്സവപ്പറമ്പുകളൊക്കെ അല്ലെങ്കിൽ ഗാനമേളകൾക്ക് നടക്കുന്ന വലിയ വേദികളൊക്കെ ഗംഭീരമായ ഭയജനകമായ സംഘർഷങ്ങളുടെ വേദിയായി മാറുന്നു. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടൊക്കെ വലിയ സംഘർഷമുണ്ടാകുന്നു. വന്ന് ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടുകൾ, സ്കൂൾ പ്ലേ ഗ്രൗണ്ടുകൾ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന മാർഗമധ്യമൊക്കെ വലിയ ഇത്തരം യുവാക്കൾ വളരെ നവയുവാക്കളായിട്ടുള്ള കുട്ടികൾ, +2 +1 പഠിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കാണുന്നു. ഭീതിജനകമായ രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. മാരകമായ രീതിയിൽ സുഹൃത്തുക്കളായിരുന്ന ആളുകൾ പെട്ടെന്ന് ഓപ്പണൻ്റായിട്ട് കാണുകയും അവരെ ചവിട്ടി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ച് നോക്കണം. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടം വരെയും ലോകത്തെ മിക്കവാറും രാജ്യങ്ങളൊക്കെ തന്നെ കെട്ടകാലങ്ങളുടെ പിടിയിലായിരുന്നു. വലിയ ദാരിദ്ര്യം, രോഗപീഠകൾ, മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഭക്ഷണ ദൗർലഭ്യം, പട്ടിണി, പരിവട്ടം, സാമ്പത്തികമായ തകർച്ചകൾ, സാമൂഹികമായ ഭീകരാവസ്ഥകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടം വരെ ലോകത്ത് മിക്ക രാജ്യങ്ങളും. അങ്ങനെ തന്നെയായിരുന്നു കേരളവും. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിലൊക്കെ എത്തുമ്പോഴാണ് ഈ നിരന്തരമായ ദാരിദ്ര്യം. അതിന് പ്രത്യേകതയുള്ളത്, ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് വലിയ സാഹോദര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. വലിയ കൂട്ടുത്തരവാദിത്തങ്ങൾ, സാഹോദര്യങ്ങൾ, പരസ്പര വിശ്വാസങ്ങൾ, പരസ്പര സഹായങ്ങൾ ഒക്കെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രത്യേകത. ദാരിദ്ര്യത്തിൽ ഷെയറിങ് കൂടും, ട്രസ്റ്റും കൂടും. ആ ഒരു അവസ്ഥ കേരളത്തിലെ അത്തരം ദരിദ്രമായ അവസ്ഥയിലും ഉണ്ടായി എന്ന് വേണം കരുതാനായിട്ട്. 4-5 തലമുറ അല്ലെങ്കിൽ 6-7 തലമുറയൊക്കെ അത്തരം നിരന്തരമായ കടുത്ത ദാരിദ്ര്യവും ഇല്ലായ്മകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു തലമുറ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട്, അത് കൃത്രിമമായിട്ടല്ല, സ്വാഭാവികമായിട്ട് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ പലതും നേടാൻ വേണ്ടി അന്തിമമായ ശ്രമം നടത്താമെന്നുള്ള സാഹസികമായ തീരുമാനം വരും. അത്തരം സാഹസികമായ ഒരു ഉദ്വേഗത്തിൽ അതുണ്ടാക്കിയ ഒരു ചങ്കൂറ്റത്തിലും ധൈര്യത്തിലും നെഞ്ചുറപ്പിലും ഒക്കെ ആയിട്ട് കുറേ യുവാക്കൾ ഇറങ്ങി പുറപ്പെട്ടു. സ്വന്തം വീടിൻ്റെയും സ്വന്തം നാടിൻ്റെയും സമൂഹത്തിൻ്റെയൊക്കെ ദാരിദ്ര്യം തുടച്ചു നിൽക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതായത് അവിടെ കിടന്ന് നമ്മളും ഇവിടെ പട്ടിണിക്ക് വിധേയപ്പെട്ട് തകർന്നു പോകുന്നുള്ള ഒരു തിരിച്ചറിവിൽ അവർ കടൽ താണ്ടാനും കാട് കിടക്കാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ കഥകളിലോ അല്ലെങ്കിൽ ഭാവനയിലോ മാത്രം കണ്ടിട്ടുള്ള അറബിപ്പൊന്ന്, പേർഷ്യ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പതുക്കെ സാഹസികമായ രീതിയിൽ മുന്നേറാൻ തുടങ്ങി. നമുക്കറിയാം, പത്തേമാരിയിൽ തുഴയെറിഞ്ഞ് പോകുന്ന പത്തേമാരിൽ മോട്ടറൊക്കെ ഉണ്ടെന്ന് ആദ്യ സമയത്തെ സങ്കല്പമുള്ളത്. കഴിഞ്ഞ് തുഴയെറിഞ്ഞാണതൊക്കെ പോകുകയെന്നാണ് പറഞ്ഞിട്ട്, പായക്കപ്പലിൻ്റെ പോലെ പായയുടെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അങ്ങനെ അവർ കടൽ കടന്ന് പോകാനായിട്ട് സാഹസികമായി തീരുമാനിക്കുകയും പോയതിൽ വളരെ കുറേ പേര് സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇറങ്ങി പുറപ്പെടാനുള്ള സാഹസികത അവരുടെ ദാരിദ്ര്യം അവർക്ക് കൊടുത്തിരുന്നു, ആ ഒരു ചങ്കൂറ്റം അവർക്ക് കൊടുത്തിരുന്നു. അവരെത്തിപ്പെട്ടത് പേർഷ്യയിൽ, അതായത് ഇറാനിലും ഇറാഖിലും ജോർദാനിലും ലിബിയയിലും അമ്മാനിലും യമനിലുമൊക്കെയാണ്. പിന്നീട് അത് പടർന്ന് സൗദി അറേബ്യയിലേക്കും ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും മസ്കത്തിലേക്കും UAE-യിലേക്കുമൊക്കെ കടന്നു ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടാക്കി സാഹസികരായ മലയാളി ചെറുപ്പക്കാർ. ഇതോടൊപ്പം തന്നെ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലെയും യൂറോപ്പിലൊക്കെ അത്തരം പോക്കുകൾ ഒരു അപ്പർ ലെയറിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ വന്ന് നിന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടി വരും. നേരെ മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യുവാക്കളുടെ ഈ സാഹസികമായ ഒഴുക്ക് കേരളത്തിൻ്റെ അടിത്തട്ടിലോളം സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ പോയ സാഹസികരായ ചെറുപ്പക്കാർ അവിടെ തൊഴിൽ സാധ്യത കണ്ടെത്തുകയും, മിക്കവാറും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സ്കൂൾ ഫൈനൽ കഴിയാത്ത ആളുകളാണ് തന്നെ പോയത്. പക്ഷെ അവർ സ്വന്തം ശരീരത്തിൻ്റെ കഴിവുകൊണ്ട്, മനസ്സിൻ്റെ ധൈര്യം കൊണ്ടൊക്കെ പല ജോലികളിലും ഏർപ്പെട്ടു. അന്ന് മറ്റുള്ളവർ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പൊസിഷനിൽ പോലും പലരെത്തുകയാണ് ചെയ്തത്. അവർ പോകുമ്പോൾ സ്വാർത്ഥ ലക്ഷ്യത്തിനല്ല അവർ പോയിരുന്നത്
സ്വന്തം പുരോഗതിക്കപ്പുറത്ത് വീടിൻ്റെ, നാടിൻ്റെ, സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഒക്കെ പുരോഗതി കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നിസ്വാർത്ഥരായിട്ടുള്ള സമീപനമായിരുന്നു, സ്വാർത്ഥമായ സമീപനമായിരുന്നു അവർക്കുണ്ടായിരുന്നു, നിസ്വാർത്ഥരായ ആളുകളുമായിരുന്നു. അവർ പിന്നീട് കൂടുതൽ ആളുകളെ, തനിക്ക് താഴെയും ഒപ്പമുള്ള കുറേ ആളുകളെ ഇത്തരം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സാധ്യതകൾ ഉപയോഗിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആളുകൾ വരിയായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് ദാരിദ്ര്യം ഒഴിവാക്കാനായിട്ടുള്ള സമ്പത്തായിരുന്നു. അങ്ങനെ ഈ നാട് ദാരിദ്ര്യം ഒഴിവാക്കുകയും 3 നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചാണകം മെഴുകിയ നിലത്ത് മാത്രം ഭക്ഷണം കഴിക്കുകയും നിസ്കരിക്കുകയും കിടന്നുറങ്ങുകയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ആളുകൾ സിമൻറ്റ് തറയിലേക്കും മൊസൈക്കിലേക്കും മാർബിളിലേക്കും ഗ്രാനൈറ്റിലേക്കൊക്കെ മാറുന്ന അവസ്ഥ, മണിമാളികൾ പണിയുന്ന അവസ്ഥയായി. അപ്പോൾ സമ്പത്ത് കടന്നു വന്നു. അപ്പോൾ പിന്നെ ആവശ്യം വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസമില്ലാതെ തിരിച്ചറിയുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 60കളിലും 70കളിലും വരെയൊക്കെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ മൈലുകളോളം നടന്നും, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത രോഗിയാണ് കസേരയെടുത്ത് കൊണ്ടുപോകേണ്ട ഗതിയാണ്. റോഡുകളില്ല, തോടുകളൊക്കെ മാത്രമാണ്. അങ്ങനെ നടന്നും വെള്ളം നനഞ്ഞും തോടുകൾ കയറിയിറങ്ങും പുഴ കിടന്നുമൊക്കെ രോഗിയെ മൈലുകളോളം കൊണ്ടുപോയാൽ മാത്രമേ, കിലോമീറ്ററുകളും കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഡോക്ടറെ കണ്ടെത്താൻ പറ്റൂ. ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെ MBBS ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് എന്നുള്ള സ്പെഷ്യലിസ്റ്റുകളൊന്നുമല്ല. കഷ്ടിച്ച് ചികിത്സിക്കാനുള്ള ധൈര്യം ഉള്ള ഒരു ഫാർമസിസ്റ്റിൻ്റെ പോലും വിവരം ഇല്ലാത്ത ആളുകളൊക്കെയാണ് ചികിത്സ ചെയ്യുന്നത്. പക്ഷെ അത് തന്നെ വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ വലിയ ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടേഴ്സൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം തിരിച്ചറിയുകയും അങ്ങനെ പുതിയ തലമുറയെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്രേരിപ്പിക്കുകയും അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും MBBSഉം എഞ്ചിനീയറിങ്ങും സാധാരണ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്തു. നമ്മൾ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് അത്യാവശ്യ സമ്പന്നതയിലേക്ക് വരികയും സമ്പന്നതയുടെ ഒരു ബലം ഉപയോഗിച്ചിട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിന് സാധ്യമാവുകയും ചെയ്തു. നമ്മളീ പറയുന്ന സമ്പൂർണ്ണ സാക്ഷരതയൊക്കെ അത്തരം പ്രചോദനങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും. അങ്ങനെ വന്നപ്പോൾ ആദ്യം പോയ കേവലം അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളായിട്ടുള്ള ആളുകളുടെ സന്തതികൾ പിന്നെ പോകുന്നത് വലിയ വിദ്യാസമ്പന്നരായിട്ടാണ്. അവർ തേടുന്നത് ബേസിക് തൊഴിലുകളല്ല, പ്രൊഫഷൻസാണ്. IT മേഖലയിലും ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ഒരുപാട് ആളുകളായി. അങ്ങനെ വന്ന ഒരു തലമുറയുടെ അടുത്ത ബാക്കി സന്തതികളാണ് ഇപ്പോൾ വരുന്നത്. അത് നമ്മൾക്ക് അറിയാമല്ലോ, വലിയ ദാരിദ്ര്യം സൃഷ്ടിക്കുന്നത് കരുത്തരായ മനുഷ്യരാണ്. കരുത്തരായ മനുഷ്യർ കനത്ത സമ്പാദ്യം ഉണ്ടാക്കും, കനത്ത സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കും. ആ സാമ്പത്തിക ഭദ്രത കുറച്ചും കൂടെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കും. ആ തലമുറ മുൻ തലമുറയെ പോലെ തന്നെ വളരെ കാര്യക്ഷമതയുള്ളവരും വളരെ ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ബുദ്ധിപരമായി ഉയർന്നു നിൽക്കുന്നവരായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന തലമുറ, എല്ലാ സൗകര്യങ്ങളും കിട്ടി വരുന്ന പുതിയ തലമുറ അല്പം അലസതയ്ക്കൊപ്പം തന്നെ ദിശാബോധമില്ലാത്തവരും അതോടൊപ്പം തന്നെ സുഖലോലുപരുമാവും. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല നേടാനായിട്ട്. കാരണം ഫോൺ എന്ന് പറയുമ്പോൾ iPhone കിട്ടുന്നു, ബൈക്ക് എന്ന് പറയുമ്പോൾ കാറ് കിട്ടുന്നു, അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ കിട്ടുന്നു, പോക്കറ്റ് മണിക്ക് പകരം പോക്കറ്റ് പേഴ്സ് കിട്ടുന്നു, സ്വയം ഒരു ATM ആവാനായിട്ടുള്ള അത്രയും സമ്പത്ത് കിട്ടുന്നു. പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, സാമ്പത്തിക സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, സന്നാഹങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിൽ വരുന്നു. അവർക്ക് മോഹിക്കാനോ പ്രതീക്ഷിക്കാനോ പണിയെടുക്കാനോ ഒന്നുമില്ല. സുഖലോലുപതയുടെ വല്ലാത്തൊരു ധാരാളിത്തത്തിൽ ജീവിക്കുന്ന ആളുകൾ പതുക്കെ ലഹരിയിലേക്ക് മാറുന്നു. അത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാകാം, അതല്ലെങ്കിൽ ജീവിതം തരുന്ന ഇത്തരം ലഹരികൾ വരുന്ന ഒരു അഹങ്കാരമോ ഹുങ്കാരവുമാകാം. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കേരളത്തിൽ കാണുന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് അന്വേഷിച്ചു കൊണ്ടിരും. വേദനാജനകമായൊരു അന്വേഷണമായിരിക്കും അത്. പക്ഷേ തീർച്ചയായും നമുക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. കാണാം.